അസ്സലാമലൈക്കും. എൻ്റെ എല്ലാ മുത്തുമണിക്കളും ക്കും വേണ്ടി ഞാൻ കുറച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു. എനിക്കും വേണ്ടി സംസാരിക്കാമെന്ന് വിചാരിച്ചു. എന്നേക്കാളും വിവരമുള്ള ആൾക്കാരാണ് നിങ്ങളൊക്കെ. വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാരാണ്. എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ നമ്മുടെ മാതാപിതാക്കൾ, മക്കൾ, നമുക്കൊക്കെ മക്കളില്ലല്ലേ? മക്കളില്ലാത്തവരുണ്ട്, ഉള്ളവരും ഇല്ല. അള്ളാഹു എല്ലാ ക്ഷമകൾക്കും നമുക്ക് അള്ളാഹു ഖബറിൽ കുളം ചെയ്ത് തരട്ടെ. ആമീൻ. പിന്നെ മക്കൾ നമ്മളൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും അനുഗ്രഹമാണ് മക്കൾ. ആ മക്കളെ വളർത്തിയെടുക്കാൻ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് നമ്മുടെ മക്കളെ വളർത്തുന്നത് അല്ലേ? ഓരോരോ വ്യക്തിയും കഷ്ടപ്പെട്ടിട്ടാണ് മക്കളെ വളർത്തുന്നത്. ആ മക്കൾ കാലോ വളരുന്നു, കയ്യോ വളരുന്നു എന്ന് നമ്മൾ ഓരോരോ ദിവസവും ഇങ്ങനെ നോക്കിയിട്ടാണ് മക്കൾ വളരുന്നത്. ആ മക്കൾക്ക് വേണ്ടി നമ്മൾ എല്ലാ കാര്യവും ചെയ്തു കൊടുക്കുക. അവരൊരു വയ്യാകുന്നത് വരെ നമ്മൾ ചെയ്തു കൊടുക്കണം. കാരണം നമ്മൾ കുറച്ച് പഠിപ്പിച്ച് കുറച്ചിതാക്കി അവർ പഠിച്ചെങ്കിൽ പഠിച്ച്, ഇല്ലെങ്കിൽ ഇല്ല. അവരെ പെരും വഴിയിലിടാൻ പാടില്ല. കാരണം അവർക്കൊരു നെല്ലിക്ക തൂക്കം, അവർക്ക് എന്തെങ്കിലും ഒരു നന്മ അവർക്ക് രക്ഷപ്പെടുമെന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അവരെ നമ്മൾ രക്ഷപ്പെടുത്താൻ നോക്കണം. അള്ളാഹു നമ്മളെ തേൽപ്പിച്ചതാണ് എല്ലാവരും. നമുക്ക് അള്ളാഹു നമ്മളെ ക്ഷമ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു നമ്മളെ മക്കളെത്തുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മളെ മക്കൾക്ക് എന്തെല്ലാം വേണ്ടി അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കണം. അത് നമ്മളെ കടമയാണ്. അവർ നിസ്കരിച്ചോട്ടെ നിസ്കരിച്ചില്ല, പഠിച്ചോട്ടെ പഠിച്ചിട്ടില്ല, അതൊന്നും ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. കാരണം അത് അവരെ കടമയിൽപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ടിയതൊക്കെ നമ്മൾ മാതാപിതാക്കൾ നമ്മൾ ചെയ്തു കൊടുക്കും. അത് നമ്മൾ എല്ലാവരും മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നമ്മൾ പറയും. സാമ്പത്തികമായ വിഷമം, പിന്നെ ശാരീരികമായ വിഷമം ഒക്കെ ഉണ്ട്, എല്ലാവരും ഉള്ള ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ അള്ളാഹു നമുക്ക് ചിലപ്പോൾ അതിനുള്ള അതെല്ലാം ഇബാദത്തിൽ പെട്ടതാണ്. നമുക്ക് അള്ളാഹു ഗുണങ്ങൾ ചെയ്തു തരും. ആമീൻ. റഹ്മത്തുള്ളാഹി വബറകാതുഹു.